സമാധാനപരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ചടങ്ങില് അല്ലെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തില് ഈ പുള്ളിക്കാരി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് അവിടെ എന്താണ് ക്രമസമാധാന പാലനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പോലീസുകാർ അവരുടെ പണി ചെയ്യും. നമ്മൾ ടാക്സ് കൊടുത്ത് നിർത്തിയേക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാനല്ല. ഈ സംഘം ചേർന്ന് വരുന്ന ആളുകൾ ആ ഒരു വ്യക്തിയെ അപായപ്പെടുത്തിയാലോ അപ്പൊ അതിനാര് സമാധാനം പറയും? അന്നേരം ഈ പറയുന്ന ആളുകളെല്ലാം പോലീസ് എന്നെ വായി നോക്കി നിൽക്കുമായിരുന്നു ചോദിച്ചു. പോലീസ് എസ്കലേറ്റ് ചെയ്യാനല്ല, ഡി എസ്കലേഷനാണ് പോലീസിന്റെ ജോലി. ഞാൻ പറയുന്നില്ല കേരളത്തിലെ പോലീസുകാരെല്ലാവരും 100% അവരുടെ ജോലിയിൽ പക്വത കാണിക്കുന്നവരും അല്ലെങ്കിൽ എഫിഷ്യന്റും ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഓരോ തവണയും ഓരോ വർഷവും ഓരോ മാസവും അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇതുപോലെ ഡി എസ്കലേഷൻ സിനാരിയോസ്. അതേസമയം ഇന്ത്യ ഒരു നല്ല ഉദാഹരണമാണ്. ഇന്ത്യ പോട്ടെ, കേരളം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ഉദാഹരണമാണ്. പോലീസിന്റേതായിട്ടുള്ള കൃത്യനിർവഹണത്തിന് അവരെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളൊരു സംഗതി. പക്ഷെ ഡെമോക്രസിയുടെ ഉന്നത സ്ഥായിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഫ്രീഡം ഓഫ് പ്രൊട്ടസ്റ്റിനും അതീവ വില ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നതായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പൊ അമേരിക്ക എന്താണ് നടക്കുന്നത്? അമേരിക്കയിൽ ഈ പറയുന്ന സംഗതി വല്ലതാണ് നടക്കുന്നത്. അവിടെ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലത്ത് സമാധാനപരമായ റൂട്ടില് ഒത്തുകൂടുന്ന സമയത്ത് അവരുടെ ഫ്രീഡം ഓഫ് പ്രൊട്ടസ്റ്റ് ആഘോഷിക്കുന്ന സമയത്ത് പട്ടാളത്തെ ഇറക്കിയ ടീമാണ് ട്രംപ്. 700 പട്ടാളത്തെ ഇറക്കി. അത് വേണമെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളോടടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. അതോറിറ്റേറിയൻ റെജിമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് പ്രൊട്ടസ്റ്റും നിങ്ങൾക്ക് തകർക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നമുക്ക് ചർച്ചയ്ക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. ഈ പുള്ളിക്കാരി മാന്തിട്ടുണ്ടെങ്കിൽ അവര് ചൊറിഞ്ഞു വിടും. കാരണം ഒരാളേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ ആർഗ്യുമെന്റ്. ഒരു ആള് ഇസ്രായേലിന്റെ കൊടി എന്താ അവരെ നിക്കറിഞ്ഞെടുത്തൊന്നും അല്ലല്ലോ. ഈ കൊടി ഈ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സമയവും സാഹചര്യവും കണക്ക് കൂട്ടിയിട്ട് തന്നെ ആയിരിക്കണം ഈ സ്ത്രീ അവിടെ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ എല്ലാ ദിവസവും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ കൊടിയും കുണ്ടിയുടെ അടുക്കി വെച്ച് യാത്ര ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്. അവിടെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടിയിട്ടെന്നുള്ള മുൻ ഉദ്ദേശത്തോട് കൂടിയിട്ടും തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗൂഢാലോചനയോടും കൂടി തന്നെയായിരിക്കണം അവരവിടെ എത്തിയിട്ടുള്ളത്. പോലീസ് അവരുടെ ജോലി ചെയ്തേ. ഒരു വിഭാഗം മാത്രമല്ലല്ലോ, സഖാക്കന്മാരെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ബുദ്ധിമുട്ട്? ക്രമസമാധാനം ഇവിടെ ആളുകൾ പറയുന്നു കേട്ടു 1,000 10,000 ഇനി ഇസ്രായേലിന്റെ കൊടി പിടിച്ച് നിരത്തിലിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾക്ക് ഇറങ്ങാം. പക്ഷെ ഇതിന് പിന്നില് എന്തെങ്കിലും രീതിയിൽ ബാക്കിയുള്ള അവിടെ നഗരത്തിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ വഴി തടയലോ അല്ലെങ്കിൽ പൊതുജനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അസൗകര്യങ്ങളോ ക്രമസമാധാന തകർച്ചയോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് കൊണ്ടുപോകും. അതിനകത്ത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നെതന്യാഹുവിന്റെ ഓക്കെ, അങ്ങനെ ഞാൻ പോകുന്നില്ല. നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് പാലിക്കപ്പെടും. പക്ഷെ ആസ് ലോങ് ആസ് അവിടെ ക്രമസമാധാന തകർച്ച ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനെയും ഒന്നുകിൽ ജയിലിലിടും അല്ലെങ്കിൽ കൊണ്ടുപോയി ഇസ്രായേലിലോട്ട് വിടും. താങ്ക് യു. എനിക്കൊരു അവസരം തന്നെ, ഞാൻ സംസാരിച്ചില്ല. സമയത്ത് ഇസ്രായേൽ സപ്പോർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേലിലോട്ട് പോടാന്ന് പറയാണ്. എന്താ ഉദ്ദേശിക്കുന്നത് നമ്മള്? അത് മോശമല്ല. അങ്ങനെയൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഇസ്രായേലിലോട്ട് പോടാന്ന് പറയുന്നത്. ആ രീതിയിൽ പോണ്ട, ഒരു സംസാരിക്കട്ടെ ബാക്കി വിഷയങ്ങൾ. നമുക്ക് ആ രീതിയിൽ പോണ്ട. എനിക്കൊരു 2 മിനിറ്റ് തന്നെ എപ്പോഴും തന്നെ ഞാൻ എടുക്കട്ടെ. ഒരു വാക്കൂടെ അക്രമത്തിനെതിരെ സംസാരിച്ച് പ്രവീൺ സഖാവിനോട് പറയാനുള്ളത്, ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയപ്പോ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അത് ശരിയാണെന്നാണോ? അതാ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞേ. അത് ശരിയാണെന്നോ? അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ ആളുകളാണ്. തീർച്ചയായിട്ടും അത് തെറ്റായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അവരൊരു തീവ്രവാദ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറി. അവർക്ക് എന്തായാലും ഇറാൻ നേരിട്ട് അടിച്ചിട്ടില്ലല്ലോ. അതൊരു തീവ്രവാദമാണ്. രണ്ടും ശരിയാണ്. കറക്റ്റ്. എനിക്ക് 2 മിനിറ്റ് തരാമോ? എന്റെ സമയം